നമുക്കിന്ന് തിരച്ചി മീൻ കറി വെച്ചാലോ? ഇതാ നമുക്ക് ചന്തയിൽ പോയപ്പോൾ തിരച്ചിയാണ് ഇന്ന് കിട്ടിയത്. ഇത് ചെറിയ തിരച്ചി, അപ്പത്തിരച്ചി എന്നാണ് പറയാറുള്ളത്. ഇത് അറുത്തെടുക്കാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. ഇതിനെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ചെറുത് ഭയങ്കര പ്രയാസമാണ് ഇതിൻ്റെ തൊലിയൊക്കെ എടുക്കാനായിട്ട്. അതുകൊണ്ട് ഇത്തിരി പാടുപെട്ട്, പക്ഷേ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ എവിടെ കണ്ടാലും ഇത് വാങ്ങും. ഇത് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് ഇത് വാന്നെടുക്കാനൊക്കെ. ഇത് വൃത്തിയാക്കുന്നതിനിടയിൽ തന്നെ നമുക്കൊരു ഇരുമ്പിച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലോട്ട് തേങ്ങയും ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വറ്റൽമുളകും ഇട്ട് കുറച്ച് മല്ലിയും ഇട്ടതിന് ശേഷം കുറച്ച് കുരുമുളകും ഇട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയത് നമുക്ക് അരിഞ്ഞു വെച്ച കുറച്ച് കൊച്ചുള്ളിയുണ്ട്, ഉള്ളിയും ഇട്ട് കൊടുത്ത് ഒന്ന് ബ്രൗൺ കളർ ആവണത് വരെ നമുക്ക് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ നിറമായി കളറൊക്കെ ആയിട്ട് വരണമുണ്ട്. ഇരുമ്പ് ചീനിച്ചട്ടിയാണ്, ചൂട് കൂടുതലാണ്. അതൊന്ന് തണുത്തതിന് ശേഷം ജാറിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് പൊടിഞ്ഞതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവൂ. ഇത് തിരച്ച് മീനെല്ലാം അറുത്ത് നല്ലപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 കഷ്ണം മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, കുറേ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിത് അരച്ച അരപ്പ് ചട്ടിയിലോട്ട് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലോട്ടിട്ട് അടുപ്പ് കത്തിച്ച് നമുക്ക് അതിലോട്ട് വെക്കാം. ഈ മുരിങ്ങയ്ക്കയും തക്കാളിയും എല്ലാം കൂടെ ഇതിലിട്ട് തിളച്ച് വരുമ്പോഴൊരു മണമുണ്ട്, നല്ലൊരു മണമുണ്ട്. ഇതെല്ലാം ഇതിന് ചേരുന്നതാണ്. ഇത് വയറിനൊക്കെ നല്ലതാണ്. പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് തിരച്ച് മീൻ അമ്മമാർ അന്വേഷിച്ച് നടന്ന് വാങ്ങിച്ച് കറി വെച്ച് കൊടുക്കാറുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരണതുവരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഇതാ നമ്മുടെ മീൻ കറി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഇതാ നമ്മുടെ തിരച്ചി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഔഷധ ഗുണവും കൂടെ ഉള്ളതാണ്. ഇത് വയറുവേദനയ്ക്കൊക്കെ നല്ലതാണ്. ഇതെപ്പോഴും കിട്ടാറില്ല. നമ്മുടെ മീൻ കറി ഇതാ ഇവിടെ റെഡിയായി. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.